നിനക്ക് ആരാ പറഞ്ഞേ മന്ത്ലി റിപ്പോർട്ട് എസിലേക്ക് മെയിൽ ചെയ്യാനായി? അല്ല മാഡം, ഞാൻ മാഡത്തിന് ആദ്യം മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാണോ ഇതിനുള്ള ആൻസർ? ആസ് 31 ബാങ്ക് റിക്കൺ വരെ ടാലി ആയിട്ടില്ല. പ്രിന്റിൽ ഞാൻ അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര റെസ്പോൺസിബിൾ ആയിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് നിനക്ക് ആരാ ലൈസൻസ് തന്നത്? മാഡം, 4 ദിവസം അടുപ്പിച്ച് നിഷ ലീവായിരുന്നു, അതുകൊണ്ടാണത്. മാഡം, എക്സ്ക്യൂസ് പറഞ്ഞ് മെഴുകാതെ വേഗം പോയി മെയിൽ അയക്കാൻ നോക്കും. മാഡം, ഞാൻ ഒന്ന് ചെല്ലാൻ രാഗേ. ചേച്ചി ഇതൊക്കെ കേൾക്കണുണ്ടായിരുന്നു. ഇതിപ്പോ എന്തോന്നാ രാഗേ, കുറച്ചു കാലമായിട്ട് നിനക്കിത് സ്ഥിരം കേൾക്കുന്നതല്ലേ. ദൈവം എന്നെ നിന്നെ ചീത്ത കേൾപ്പിച്ച. അത് ചേച്ചിക്കുള്ളതാ. എനിക്കോ? അത് ഹൗസ് കീപ്പിംഗിലെ ചേച്ചിയുടെ പുതിയ അസിസ്റ്റന്റ് അശോക് ബൈത്ത. എന്റെ കർത്താവേ. ഇവന്റെ എക്സ്പെൻസ് അഡ്വാൻസ് വൗച്ചറാ മേഡത്തെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ. ക്യാഷ് പേയ്മെന്റ് അല്ലേ? ചേച്ചിയുടെ അസിസ്റ്റന്റ് ആണ്. ഇവൻ പറഞ്ഞല്ലോ. എന്നാ ഞാൻ ചെല്ലട്ടെ? ഞാൻ നോക്കട്ടെ. ചീത്ത കേൾക്കണ എനിക്കാണല്ലോ ഇപ്പൊ. 2000. മാഡം വൗച്ചർ. അശോക് ബൈത്ത, ഇപ്പൊ എങ്ങനെയുണ്ടടാ? കുഴപ്പമില്ല, ഓക്കെയാണ്. എന്നാ ഞാനൊരു ചുക്കാപ്പി ഇട്ടുതരാം. പനിയൊന്നുമില്ല. ഇല്ല? എന്നാ കുടിക്കാം. എന്നാ പിന്നെ നീ കിടന്നോ, ഞാൻ ഇറങ്ങാം. അത് ചേച്ചി പോവല്ലേ, ഇൻവെർട്ടർ കംപ്ലൈന്റ് ആണ്, അറിയാലോ. കറണ്ട് പോയി എനിക്ക് പേടിയാ. പോ പെണ്ണെ, ഇന്ന് സെക്കൻഡ് ഷോ റേച്ചേറിന്റെ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതാ. എനിക്ക് എന്തായാലും പോണം. അതേതാ ഞാതൊരു കേൾക്കാത്തൊരു പേര്? പുതിയതാ, ജ്വല്ലറി ഓണറാ. സ്വർണം കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടും കിട്ടും. നിനക്ക് ഉപകാരമുള്ളൊരു സാധനം പുള്ളി തന്നിട്ടുണ്ട്. എന്ത്? ടൈം ആവട്ടെ, തരാം. ആയി ചേച്ചി പോവല്ലേ, ഇന്നവിടെ കിടക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നോ രക്ഷ. ഗുഡ് നൈറ്റ് മോളെ. ചേച്ചി ചേച്ചി, ഫ്രിഡ്ജിൽ 2 കുപ്പി ബീർ ഇരിക്കുന്നുണ്ട്. ഓ, വീക്ക്നെസ് കയറി പിടിച്ചല്ലേ. ഓപ്പണർ ഉണ്ടായിരുന്നു. എന്തിന്? ഇത്ര നല്ല പല്ലുള്ളപ്പോഴോ? ഈ നിനക്കെന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാം. പതിവ് പല്ലവിയാണെങ്കിൽ പറയണ്ട. മനസ്സിലായില്ല. എന്ന് വെച്ചാ ജീവിക്കാൻ തോന്നണില്ല, ആകെ നിരാശയാണ്, കാരണം അറിയില്ല. സ്ഥിരം പറഞ്ഞ് ബോറടിപ്പിക്കല്ലേ. ഞാൻ നല്ല മൂഡില്ല.
പുതിയത് പറയാൻ എന്തെങ്കിലും വേണ്ട ചേച്ചി? ഒന്നുമില്ല. ഓക്കെ അല്ലേ? മുഖം ഒന്ന് കാണട്ടെ. ഇനി ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഇപ്പൊ എന്ത് ഭംഗിയാ എൻ്റെ കൊച്ചിനെ കാണാൻ. ശരിക്കും? പിന്നെ നീ സുന്ദരിയല്ലേ? എന്നെനിക്ക് നെയിൽ പോളിഷ് ഇട്ട് തരുമോ? പിന്നെന്താ? ദേ നിങ്ങളെ രജിസ്റ്റേട്ടൻ വിളിക്കണേ. ഫോൺ എടുക്കുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ എടുത്തിട്ട് വരില്ല എന്ന് പറ. എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിനക്കറിയാലോ ഞാൻ ആരോടും കമ്മിറ്റഡ് അല്ലാന്ന്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. നാളെ കാണില്ലേ? അപ്പൊ എന്താ പറയാ? BP ലോയായ വീടെന്ന് പറയും. അപ്പ ആ മണ്ട വിശ്വസിച്ചോളൂ. സമ്മതിക്കണം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെ നോണ പറയാനായിട്ട്. പക്ഷെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റും. ഓ, അനുരാഗെല്ലാം പറഞ്ഞു കാണൂലേ? അതെ, ഞാനില്ലാത്ത ദിവസം നീ അവനെ വഴക്ക് പറയുന്നത് സ്ഥിരമല്ലേ? നീ ഉണ്ടെങ്കിൽ എന്താ? അത് ഒഫീഷ്യൽ അല്ലേ? ഞാൻ നോക്കിക്കോളാം. എന്ത് ഒഫീഷ്യൽ? നിന്നെ അവൻ റിജക്റ്റ് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നീ കിട്ടുന്ന ചാൻസ് മുതലാക്കി അവൻ്റെ മെക്കിട്ട് കയറുന്നു. ദേ കുടിച്ചിട്ട് തോന്നിയ ദിവസം പറയരുത്. തോന്നിവാസോ? കാണാൻ കൊള്ളാവുന്ന നിന്നെ നീ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത ചെക്കൻ, അതും നിന്റെ അസിസ്റ്റന്റ് റിജക്റ്റ് ചെയ്തപ്പോൾ അപ്പടിച്ച് നിന്റെ ഈഗോ. എന്നിട്ടൊരു പേരും ഡിപ്രഷൻ. അവനോടൊക്കെ പേഴ്സണൽ ഒരു ദേഷ്യവുമില്ല. ശരിക്കും ഒഫീഷ്യൽ ഇഷ്യൂസ് ആണ്. വിശ്വാസം വരുന്നില്ല? വാ കാണിച്ചു തരാം. നോക്ക്, ഇത് കണ്ടോ? ഇതാ ഞാൻ അവരുടെ കല്യാണത്തിന് വേണ്ടി മേടിച്ച മോതിരം. ഉണ്ട. ഇത് നിങ്ങളുടെ എൻഗേജ്മെന്റ് നടക്കുകയാണെങ്കിൽ നീ അവന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതല്ലേ? എടി അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് വേണ്ടേ? അതാണ് നിന്റെ ഡിപ്രഷൻ ബുദ്ധി. ഒന്നിറങ്ങി പോടി. ഞാൻ പോവാം, പക്ഷെ ചെയ്ത പണി മുഴുവനാക്കണല്ലോ. കൈ നീട്ട്. ചേച്ചി, ഞാൻ സാരമില്ലടോ, എനിക്ക് വിഷമമൊന്നുമില്ല. നിനക്ക് എല്ലാം ഉണ്ട്, അത് കൂടുതൽ. അതാ നിന്റെ പ്രശ്നം. എനിക്കൊരു 5000 രൂപ കടം തരുമോ? എനിക്കറിയാം, ഞാനിപ്പം തന്നെ നിനക്ക് കുറേ തരാനുണ്ട്. ഏകദേശം ഒന്നുമല്ല. ഇപ്പോഴ 5000 കൂടി കൂട്ടി 52,350. ഈ കണക്ക് നിന്റെ അക്കൗണ്ട്സിൽ ഡബിൾ ഓക്കെയാണ്. പക്ഷേ ലൈഫിൽ കൈവിട്ട് പോയില്ലേ? എല്ലാവരുടെയും എല്ലാം ശരിയാവുകയാണെങ്കിൽ എന്താ പിന്നെ ഒരു രസമുള്ളത്? ചേച്ചി, എൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ എനിക്ക് വലുതാണ് അല്ലേ? അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കരയണത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, അർജുനനെ തോറ്റതിനും കറിക്ക് ഉപ്പ് കൂടിയതിനും വഴക്ക് പറഞ്ഞതിനും ആപ്പിൾ മുറിച്ചപ്പോൾ കിട്ടിയ കഷ്ണം ചെറുതായതിനൊക്കെ ഒക്കെ ആത്മഹത്യ ചെയ്ത ആൾക്കാരെ പറ്റി. അതൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളാണ്. ഒക്കെ പോട്ടെ, SLCക്ക് 2 മാർക്കിനാ എൻ്റെ ചേട്ടനെ റാങ്ക് പോയത്. ആ കുറഞ്ഞ 2 മാർക്കിൻ്റെ കൂടെ എൻ്റെ ചേട്ടനും പോയി. പിന്നെ എൻ്റെ അച്ഛൻ, അറിയാലോ, ഇൻകം ടാക്സ് സൂപ്രണ്ടായിരുന്നു. നീ നന്നായി കൈക്കൂലി വാങ്ങുമെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞതാ അച്ഛൻ്റെ ഫ്രണ്ട്. അതോടെ അച്ഛനും എനിക്കറിയാം
ഞാനും അങ്ങനെ തീരാളതാണ്. മാറ്റർ എന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി മാത്രമേ എനിക്കുള്ളൂ. ഇതാണ് റിജേട്ടൻ നിനക്ക് തരാൻ പറഞ്ഞ ഗിഫ്റ്റ്. സൈനൈഡാണ്, അറിയാലോ. കഴിച്ച ഉടനെ പറ്റിയ നീ ഒരു കാര്യം ചെയ്യേ. ഇതിൻ്റെ രുചി ആരും അറിഞ്ഞിട്ടില്ല. പറ്റുമെങ്കിൽ നീ അതൊന്ന് എഴുതി വയ്ക്കേ. മധുരമോ കയ്പോ. മോളെ, എന്താ പരിപാടി? അച്ഛന് മനസ്സിലായില്ലേ? മരിക്കാൻ തന്നെ. ആത്മഹത്യ. ആസ് യു ആൻഡ് മൈ ബ്രോ. എന്താ അച്ഛങ്ങനെ ചിരിക്കാൻ? പിന്നെ എങ്ങനെ ചിരിക്കാനിരിക്കും? നല്ല ജോലി, സാലറി, വെൽ സെറ്റിൽഡ്, ഹൈ സ്റ്റാറ്റസ്, 27 വയസ്സ്. എല്ലാം ഉള്ള നീ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും? ഇതിൻ്റെ കൂടെ അച്ഛനൊരു ബോണസ് കൂടി ഉണ്ടായിരുന്നു. ഞാനമ്മയും. ആ ഞങ്ങളേട്ടാ അച്ഛൻ പോയത്. എന്താ വേണ്ടാത്തേ? ഉപദേശം നല്ല എളുപ്പാ, പ്രവർത്തിക്കാനാ ബുദ്ധിമുട്ട്. മോളെ, അച്ഛന് നിന്നെ ഉപദേശിക്കാനുള്ള അർഹതയൊന്നുമില്ല. ഞാൻ എൻ്റെ മോനെ ശരിക്കൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് അവനെങ്കിലും ഉണ്ടായിരുന്നു. അത് വിടാച്ചാ, മടുത്തു ലൈഫ്. എന്തിനാ വിഷമിക്കണേന്ന് പോലും അറിയാതെയാ. ആർക്കു വേണ്ടിയാ? ഞാൻ ഉറപ്പിച്ചു, ഗൗതമിൻ്റെ മോളും ഇങ്ങനെ തന്നെ അവസാനിക്കും. ചേട്ടൻ, അച്ഛൻ, ദേ ഇപ്പം ഞാനും. അപ്പം ശരി, സമയം കളയല്ല. മോളെ, എന്തായാലും നീ ഞാൻ പറഞ്ഞത് കേൾക്കില്ല. എന്നാ പിന്നെ സൂയിസൈഡ് ചെയ്യാനുള്ള നിന്റെ സെലക്ഷനെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കുക. മനസ്സിലായില്ല. മോളെ, ഈ വിഷം കഴിച്ചുള്ള മരണം, അതിൻ്റെ വേദന സഹിക്കില്ല. എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചു നിന്ന് പറയാ, അവസാന ശ്വാസം പോണ വരെ നമ്മളെല്ലാ സ്വർഗം കാണും. ആണോ? ഇനിയിപ്പോൾ അത് ചെയ്യാ? ഞരമ്പ് ഓർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അച്ഛാ, പേടിയാവുക. ചിരിക്കാണ്ടതിൽ വഴി പറ. ഒരു വഴിയുണ്ട്, ഹാങ്ങിങ്, തൂങ്ങി മരണം. അത് ഈസിയാണോ?
വേദന ഉണ്ടാവില്ല? അങ്ങനെ ചോദിച്ചാൽ ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ഓപ്ഷൻ. സത്യം? പിന്നെ അതുകൊണ്ടല്ലേ നമ്മുടെ ഇന്ത്യയിലെ പരമാവധി ശിക്ഷ മരണം വരെ തൂക്കിലേറ്റുന്നത്. ഞരമ്പ് പൊട്ടിയാൽ വേഗം പരിപാടി തീരും. അപ്പോ എങ്ങനെ? എന്നാ ടൈം കളയണ്ട, അച്ചപ്പക്കോ, ഞാൻ കാര്യം നോക്കട്ടെ. എക്സ്ക്യൂസ് മീ മാഡം, ഹൗസ് എന്താ? കീപ്പിങ്ങിനുള്ള അശോക് പോവാണെന്ന് MD പറഞ്ഞു, എന്തെങ്കിലും കൊടുത്തു വിടാൻ. എന്തിനാ നിങ്ങൾക്ക് ജോലിക്ക് എടുക്കുന്നേ? ഇതിപ്പോ ഈ മാസം എത്രാമത്തെ ആളാ? വെറുതെ മനുഷ്യട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട്. അതല്ല മാഡം, അത് അവനെ ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയും, പണ്ടത്തെ പട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ? പണിയൊന്നും ഇല്ലാത്തോണ്ടാ. അത് ശരി, അപ്പൊ ക്യാഷ് ഓൾറെഡി എടുത്തു വെച്ചിട്ടാണ് എന്നെ കൂടെ വൗച്ച് സൈൻ ചെയ്യിപ്പിച്ചല്ലേ? ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. മാഡം, ഇത് എന്റെ ക്യാഷാണ്, കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല. മഹേഷ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവനെ. നിഷ, നീ ചെയ്ത് റോങ് ആണ്. ഞാൻ ഈ വൗച്ച് ഒപ്പിട്ടില്ലായിരുന്നെങ്കിലോ? ആ ക്യാഷ് പൊക്കോട്ടേന്ന് വെക്കും. അവന്റെ അച്ഛൻ തൂങ്ങി മരിച്ചു, നാട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് പാവം. എന്താ പറ്റിയത് അച്ഛൻ സൂയിസൈഡ് ചെയ്യാൻ? अब्बा को कर्जा था, अब्बा हम लोगों के लिए लिया था कितना पैसा? 50,000. 50,000 രൂപയ്ക്ക് ആത്മഹത്യ ചെയ്യൂ? കരയല്ല അശോക്, എല്ലാം നമുക്ക് ശരിയാക്കാം. നാട്ടിലെത്താൻ 3 ദിവസം എടുക്കില്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഓഡിറ്റ് ഓഫീസിൽ പോയിരുന്ന? ഇല്ല, പോയിട്ടില്ല, പോവാൻ നിൽക്കണു. ദീപ്തി എന്താ 2 ദിവസമായിട്ട് ലീവ്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓക്കെ, വെൻ വിൽ ഷീ കം? ജസ്റ്റ് ഇൻഫോം മീ. ഷുവർ സർ. ഭയ്യ ജൽദി ആവൂ,